പിടിച്ചു കഴിഞ്ഞു സാർ, പിടിച്ചു കഴിഞ്ഞു. മരമണ്ട, ഇത് ഞാനാ, മനസ്സിലായോ? 12 മണിക്കൂറിനുള്ളിൽ ആ കോബ്രയെ പിടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ തീർച്ചയായും സസ്പെൻഡ് ചെയ്യും. എന്താ മനസ്സിലായോ? ഞാൻ എത്തിപ്പോയി. വെൽക്കം വെൽക്കം വെൽക്കം. അകത്തേക്ക് വരൂ. ഇൻസ്പെക്ടർ പാണ്ഡ വന്നില്ലേ? ഇല്ല, വന്നില്ല. അയാൾ എന്തായാലും നാളെ വരികയുള്ളൂ. അതെന്താണ് സാർ? അയാൾ കാരണമാണ് ആ കോബ്ര രക്ഷപ്പെട്ടത്. അവനെ 12 മണിക്കൂറിൽ പിടിച്ചില്ലെങ്കിൽ ഞാൻ ആ പാണ്ഡയെ സസ്പെൻഡ് ചെയ്യും. സാർ, ഇൻസ്പെക്ടർ പാണ്ഡ നല്ല ആളാണ്. നീയും നല്ല കുട്ടി തന്നെ ആയിരിക്കാം, പക്ഷെ പോലീസുകാരൻ അവന്റെ പണി ചെയ്യണം. അടിച്ചു പൊളിച്ചു തിമിർത്തു. നല്ല വാർത്തയാണല്ലോ. എന്നാ ശരി, ഞാൻ എത്തിക്കോളാം. അല്ല, എങ്ങോട്ടാണ് ഈ പോകുന്നത്? കോബ്ര ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടി. നീ ആഹാരം ചൂടാക്ക്, ഞാൻ അപ്പോഴേക്കും എത്തിയേക്കാം. തനിച്ചു പോവുകയാണോ? സിംഹം തനിച്ചാണ് വേട്ടയാടാറ്, മനസ്സിലായോ? പാണ്ഡ്യയെ രക്ഷിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സസ്പെൻഡ് ആവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഇൻസ്പെക്ടർ പാണ്ഡ്യയെ കൂട്ടി ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് കല്ലൂനെ പിടിക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കണം. അപ്പൊ ACP അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യില്ല. ശരിയാ, വരൂ. എടാ കോബ്ര, മര്യാദയ്ക്ക് പുറത്തു വാ. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഇൻഫർമേഷൻ തന്നത് ഞാൻ തന്നെയാണ്. നീ വലിയ ഹീറോ ചമയുകയല്ലേ? ഇന്നത്തോടെ അത് അവസാനിപ്പിച്ചു തരാം. Attack! എടാ തടിയന്മാരെ, തല്ലാനാണ് പറഞ്ഞത്, തല്ല് കൊള്ളാനല്ല. പഠിക്ക. അവ എഴുന്നേൽക്കും മുമ്പ് അവനെ ഉടൻ തന്നെ കെട്ടിയിടോ. എന്താ നീയോ? ആക്ഷന്റെ സമയത്ത് ആക്ഷൻ ചെയ്യണം, വെറുതെ സംസാരിക്കരുത്, മനസ്സിലായോ? ആരെയും വിടരുതാ. ഇനി നിനക്ക് രക്ഷയില്ല കോബ്ര. എന്നോട് കളിച്ചാൽ നല്ല രസമായിരിക്കും. വാ, നീ എന്നെ ഒന്ന് തൊട്ട് കാണിക്ക. അവിടെ നിക്കണ കോബ്ര, അവിടെ നിക്ക. വേഗം വന്ന് പിടിക്ക. മതി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. കലക്കി ഇൻസ്പെക്ടർ പാണ്ഡ, കലക്കി. എല്ലാ ഗുണ്ടകളെയും അടിച്ച് നിങ്ങൾ നിരപ്പാക്കി. ഇപ്പോൾ കല്ലുവിനെയും. അങ്ങനെ ഹീറോയാണ്, സംശയമുണ്ടോ? അല്ലേ ACP സാർ? ഇൻസ്പെക്ടർ പാണ്ഡ, ഇന്നു മുതൽ നിങ്ങൾ ഇൻസ്പെക്ടർ അല്ല. എന്റെ ജോലി കളയരുത് സാർ. ഈഷ്, ഒന്ന് വേഗം. ഈഷ്, അണി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സിനിമ കാണാൻ വേണ്ടി വന്നതാ. പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ വരിക? സിനിമ കാണാൻ വേണ്ടി വരും. അല്ല, കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയാ വന്നത്.
മാഡത്തിന്റെ കാറ് കാണാതെ പോയിരിക്കാണ് സാർ. കംപ്ലൈന്റ് ഒക്കെ പിന്നെ വാങ്ങിച്ചോളാം. ACP സാർ ഇപ്പൊ ഇങ്ങെത്തും. ഇരിക്കേ, നമുക്ക് ACP സാറിനെ കൊണ്ട് തന്നെ കംപ്ലൈന്റ് എഴുതിക്കാം. ഈഷ്, ACP സാർ നിങ്ങളുടെ കംപ്ലൈന്റ് ഒന്നും എഴുതുകയില്ല. പിന്നെന്തിനാ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്? പുതിയ ACP സാർ വരികയാണ്. പുതിയതാണല്ലേ, അപ്പൊ FIR ഒന്നും എഴുതാൻ അറിയില്ലായിരിക്കും. എങ്കിൽ സാറ് തന്നെ എഴുതിക്കോ. ഈഷ്, ഇവിടുന്ന് വേഗം പോയിക്കോ. ഇപ്പൊ ഒരു കംപ്ലൈന്റും ഇവിടെ എഴുതുകയില്ല. എഴുതിയേ മതിയാവൂ. ഇത് ഞങ്ങളുടെ അവകാശമാണ്. അതെ, ഇത് ഞങ്ങളുടെ അവകാശമാണ്. സോറി, സോറി. ഇൻസ്പെക്ടർ പാണ്ഡെ എവിടെ? ഈ മുഖം കറുത്തിരിക്കുന്ന ആളെ കണ്ടില്ലേ? ഇദ്ദേഹമാണ് ഇൻസ്പെക്ടർ പാണ്ഡ. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഞാൻ കേട്ടതുപോലെ തന്നെ ഇദ്ദേഹം ഒരു മണ്ടൻ തന്നെയാ. നിങ്ങൾ ആരാണ്? എത്ര ധൈര്യം ഉണ്ടായിട്ട് ഞങ്ങളുടെ ഇൻസ്പെക്ടർ പാണ്ഡെ മണ്ടൻ എന്ന് പറഞ്ഞത്? ACP മോഹൻ ഭോസ്ലെ. എന്താ മനസ്സിലായോ? കാറ് കിട്ടിപ്പോയി. ഇനി കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എന്താ പിങ്കി, സുഖം തന്നെയല്ലേ? മോഹൻ, നീ എങ്ങനെ ഇവിടെ? ആ, ഇവിടെ പോസ്റ്റിംഗ് കിട്ടി. ACP ആണ്. ഞങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുകയാണല്ലോ. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരൂ. എനിക്കിപ്പോൾ കല്ലു കോബ്രയെ പിടിക്കാനുണ്ട്. ഡിന്നറിന് വരാം. ഓക്കേ. ഇൻസ്പെക്ടർ പാണ്ഡ, വേഗം റെഡി ആയിക്കോളൂ. നമ്മൾ ഇപ്പോൾ തന്നെ പോകുന്നു. ആ കോബ്രയെ പിടിക്കുന്നു. യെസ് സർ. എന്താടാ ചെയ്തോണ്ടിരിക്കുന്നേ? വേഗം ചെയ്യ. കല്ലു കോബ്ര, ഇനി നീ രക്ഷപ്പെടില്ല. ACP മോഹൻ വിടരുത്. കോബ്രയെ വേഗം പിടിക്ക. ACPയുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുത്. അയാൾ എന്നെ സസ്പെൻഡ് ചെയ്യും. ഇൻസ്പെക്ടർ, ഇതുവഴി നിങ്ങൾക്ക് വരാൻ പറ്റുമോ? എന്നെ പുറത്തേക്ക് എടുക്ക്. തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടോ? ഇതുവഴി ചാടാൻ പറ്റുന്നവർക്ക് ചാടിക്കോളൂ. എന്നെ പോലെ തടിച്ചവർ മാത്രം വാതിൽ വഴി പോകാം. ഈഷ്. എന്താ ചെയ്യുക? ഇത് പിടിച്ചോ. താങ്ക് യു. പിടിക്ക്, പിടിച്ചൊന്ന് കാണിക്ക്. വേണ്ട, വേഗം പിടിക്ക. നീ എന്തായാലും വന്നത് നന്നായി. മാങ്ങ പറിക്കാൻ ഒരാളായല്ലോ. സർ,
അവനെ വീട്ടിലേക്കു അറിയാതെ സംഭവിച്ചു പോയി. പറ്റില്ല. നിങ്ങളെന്താ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണോ അതോ മാപ്പ് ചോദിക്കാൻ വന്നതോ? അവരെന്തിനാ പേടിപ്പെടുത്തണേ? ധൈര്യം ഉണ്ടെങ്കിലേ എന്നോടൊന്ന് മത്സരിച്ച് നോക്ക്. നീ എന്തായി പറയുന്നത്? ഹനയുടെ ശല്യം നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താ നീയും തുടങ്ങിയോ? ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യാണ്. ഞാൻ നിന്നെ ഇടിച്ച് പരത്തും. എന്നാ നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. എന്നെ ഞാൻ ഇന്ന് ചമ്മന്തിയാക്കും. ചമ്മന്തി. ഒരു പക്ഷേ നീ തോറ്റു കഴിഞ്ഞാൽ ഈ കൊരങ്ങച്ചന്മാരെ നീ ഒന്നും ചെയ്യാൻ പാടില്ല. സമ്മതിച്ചു. നല്ല രസമായിരിക്കാം. വേഗം വാ, നമുക്ക് പോയി ബണ്ണിയെ സഹായിക്കാം. എന്താടാ ഈ ചെയ്യുന്നത്? എല്ലാ പച്ചകളും ഒരിക്കലും മാങ്ങയായി മാറില്ല. സംശയമുണ്ടോ? നീ ഇടയ്ക്ക് ഇങ്ങനെ കേറി വരാതെ, ഞാൻ വല്ലാതെ കൺഫ്യൂസ് ആയി പോവാണ്. മതിയാക്ക്. ഞാൻ തോറ്റു. നല്ലത്. എടാ, ഞാൻ തോൽവി സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാ എറിയുന്നത്? നീ എന്താ കഴുതയാണോ? അതെ, കഴുത തന്നെയാണ്. നീ സമ്മതിച്ചതുപോലെ ഇനി ഞങ്ങളെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. എന്താ മനസ്സിലായല്ലോ? ശരി ചേട്ടാ, ഇനി ഞാൻ ഒരിക്കലും ഇവിടേക്ക് വരികയേ ഇല്ല. രക്ഷിക്കൂ. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് പേടിപ്പെടുത്തി. ഇപ്പോൾ കണ്ടോ ഞങ്ങളുടെ ശക്തി? കലക്കി കലക്കി കലക്കി. പച്ചക്കറി മുറിക്കണമെങ്കിൽ വേണം നല്ല കത്തി. കണ്ടോ, നിങ്ങളെ രക്ഷിക്കാൻ ഈ കന്നയെത്തി അടികൈ. കന്ന സർ, ഈ എലികളിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഓ ഓ, ഓ, എന്റെ അമ്മച്ചി. മാങ്ങ കഴിച്ചാൽ പല്ല് തീർച്ചയായും പുളിക്കും. എലിയെ കണ്ടാൽ തീർച്ചയായും പുലി പോലും പേടിക്കും. അടികൈ. ഈ മേഡത്തിനെ പേടിപ്പെടുത്താൻ നോക്കുന്നോ? ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങളുടെ അല്പമെങ്കിലും ദയ കാണിക്കൂ. ഞങ്ങളോട് ഇത്രയൊന്നും ദേഷ്യം കാണിക്കരുതേ. എടാ, പെട്ടെന്ന് പോയേക്കാം, ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ പണി തീർക്കാം. എലി വിട്ടിട്ട് എല്ലാം അടിച്ച് തകർക്കുക. എന്റെ അടുത്താണ് നിന്റെ കളി. എന്താ അത്? കൊള്ളാം. ഇന്ന് ഞാൻ ഡോണറ്റ്സ് കഴിക്കാം. അതെ അതെ. തൊട്ടു പോകരുത്.
ഈ ഡോണറ്റ്സ് കന്ന സാറിന് വേണ്ടിയുള്ളതാണ്. കന്ന കഞ്ഞിവെള്ളം കുടിച്ചോളും. ഡോണറ്റ്സ് ഞങ്ങൾ കഴിക്കാം. ഇതിവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആരടാ നീ? സ്ഥലം കാലിയാക്കെ. പല്ലില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഡോണറ്റ്സ് കഴിക്കാൻ പോകുന്നത്? കിട്ടി. ഇവർക്ക് വേണമെങ്കിൽ ബട്ടർ കൊടുത്തേക്ക്. പല്ലിന് പകരം അതിരിക്കട്ടെ. പിന്നെ വായ്ക്കകത്ത് കൃമികളൊന്നും ഉണ്ടാവില്ല. ഇവർ വൃത്തികെട്ട പൂച്ചകളാണ്. ഇവർക്ക് ഞാൻ ഒന്നും കൊടുക്കില്ല. നിനക്കെന്താ വട്ടാണോ? കണ്ണ് കണ്ടൂടെ? ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ പൂച്ചകൾ എന്റെ അടുത്തുനിന്ന് ഡോണറ്റ്സ് മോഷ്ടിക്കാൻ നോക്കി. ഹണി അവന്മാരെ അടിച്ചു പരത്തി ഓടിച്ചു. ഹണി ഒരു സിംഹമാണ്, സിംഹം. മാറിക്കോ, മാറിക്കോ, വേഗം മാറിക്കോ. എടാ ബുദ്ധിയില്ലാത്ത കൊരങ്ങൻ കുട്ട, എന്താടാ നിന്റെ വണ്ടിയിൽ ബ്രേക്ക് ഇല്ലേ? ആ ഡോഗിയാണ് സൈക്കിളിലുള്ള ബ്രേക്ക് അഴിച്ച് മാറ്റിയത്. ഞങ്ങൾ ഒരുപാട് ശല്യം ചെയ്തോണ്ടിരിക്കുകയാണ്. രാത്രി 2 മണിക്ക് ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് ഡാൻസ് കളിക്കാൻ പറയും. അവന്റെ ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവനെ പിടിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസറിനോട് ഞാൻ പറയാൻ പോവുകയായിരുന്നു. ഫോറസ്റ്റ് ഓഫീസറുടെ ആവശ്യം എന്താണുള്ളത്? ഞാനുണ്ടല്ലോ. എന്റെ പൊന്നു, അവനൊരു ഡോഗിയാണ്, ഓർമ്മിരിക്കട്ടെ. പക്ഷെ ഞാൻ സിംഹമാണ്. നീ വാ, അവന്റെ ഷേപ്പ് ഇന്നത്തോടെ ഞാൻ മാറ്റിയിരിക്കും. ഹണി, വേണ്ട. വേഗം വാ, ഈ കഴുതയെങ്കിലും തടഞ്ഞേ മതിയാവൂ. ഹിപ്പ് ഹോപ്പ് കളിക്ക, ഹിപ്പ് ഹോപ്പ്. ഓ പാപ്പല്ലടാ, ഹിപ്പ് ഹോപ്പ്. ഈ അതിക്രമങ്ങൾ ഉടൻ തന്നെ മതിയാക്ക്. എന്താടാ, നീയും ഡാൻസ് കളിക്കാൻ വന്നതാണോ? ഞാൻ നിന്നെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ ഇത് പിടിച്ചോ. ഡാൻസ് ആടൂ.